അടുത്തായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത് M23EC06D ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് കോഴ്സിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 2 എക്കണോമിക് എന്റൈറ്റിൽമെന്റ്സ് ആൻഡ് റിസ്ക് കവറേജ് എന്ന പോർഷനാണ്. ഈ എന്റൈറ്റിൽമെന്റ്സ് എന്നത് സ്ത്രീകളുടെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വിഭവങ്ങളിലേക്കുള്ള ആക്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. Entitlement, it means the legitimate access to resources and opportunities. ലീഗൽ റൈറ്റ്സ് മാത്രം ഉണ്ടായാൽ മതിയാകില്ല, സ്ത്രീകൾക്ക് ആ അവകാശം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കൂടെ കഴിയണം എന്നാണ് എന്റൈറ്റിൽമെന്റ്സ് അപ്രോച്ച് പറയുന്നത്. കേപ്പബിലിറ്റി അപ്രോച്ചിലെ പോലെ തന്നെ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റിയൽ ആക്സസിനും ഓപ്പർച്യൂണിറ്റീസിനുമാണ്. ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സോഷ്യൽ നോംസ്, പേട്രിയാർക്കി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ് എന്നിവ സ്ത്രീകളുടെ എന്റൈറ്റിൽമെന്റ്സിനെ പരിമിതപ്പെടുത്തുന്നു. അമർത്യ സെന്നാണ് എന്റൈറ്റിൽമെന്റ് തിയറി വികസിപ്പിച്ചത്. സെന്നിന്റെ അവകാശങ്ങൾ എന്നതിനും എന്റൈറ്റിൽമെന്റ്സ് എന്നതിനും ഇടയിലെ വ്യത്യാസത്തെ സെൻ ചൂണ്ടിക്കാണുന്നു. റൈറ്റ്സും എന്റൈറ്റിൽമെന്റ്സും ഒന്നല്ല, അത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അവകാശങ്ങൾ ലോയിൽ ഉണ്ടായാലും അതായത് നിയമത്തിലുണ്ടായാലും അവ പ്രായോഗികമായി പ്രാക്ടിക്കലി ഉപയോഗിക്കാനോ അത് അക്സസ് ചെയ്യാനോ കഴിയുന്നില്ലെങ്കിൽ സ്ത്രീകൾ നിഷേധിക്കപ്പെട്ടവരായി, അതായത് ആ എന്റൈറ്റിൽമെന്റ് നിഷേധിക്കപ്പെട്ടവരായി തുടരും. അതിനാൽ എന്റൈറ്റിൽമെന്റ് എന്നത് വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം, ആക്സസ് മാത്രമല്ല, അതായത് റിസോഴ്സിലേക്കുള്ള ആക്സസ് മാത്രമല്ല, അതിന്റെ ദ റിയൽ എബിലിറ്റി ടു യൂസ് ആൻഡ് ആക്സസ് ദ റിസോഴ്സ് എന്നത് കണക്കാക്കിയാണെന്നാണ് സെന്നിന്റെ കാഴ്ചപ്പാട്. സ്ത്രീകളുടെ എന്റൈറ്റിൽമെന്റ്സ് ഒരു എക്കണോമിക് എംപവർമെന്റ് കൂടിയാണ്. ലാൻഡ്, ക്രെഡിറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങിയ എന്റൈറ്റിൽമെന്റ് സ്ത്രീകളുടെ വിലപേശൽ ശക്തി, അതായത് ബാർഗെയിനിങ് പവർ കൂട്ടുന്നുണ്ട്. എന്റൈറ്റിൽമെന്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ സ്ത്രീകളുടെ ഡിപ്പെൻഡൻസിയും വൾണറബിലിറ്റിയും കൂടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കേപ്പബിലിറ്റി എക്സ്പാൻഷനും എന്റൈറ്റിൽമെന്റ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അസറ്റ് ഓണർഷിപ്പ് സ്ത്രീ ശാക്തീകരണത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. സ്ത്രീക്ക് ഭൂമിയോ സ്വത്തോ സ്വന്തമായി ഉണ്ടായാൽ അവരുടെ എക്കണോമിക് സെക്യൂരിറ്റിയും ഹൗസ് ഹോൾഡിലെ ഡിസിഷൻ മേക്കിംഗ് പവറും മെച്ചപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ പുരുഷാധിപത്യമായിട്ടുള്ള അനന്തരാവകാശ രീതികൾ, അതായത് പേട്രിയാർക്കൽ ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് പ്രാക്ടീസസ് ആണ് നമ്മൾ ഇവിടെ പാലിച്ചു പോരുന്നത്. സ്ത്രീകളുടെ സ്വത്തവകാശത്തെ അവരെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ അത് വിടുന്നില്ല. ലീഗൽ ഓണർഷിപ്പ് ഉണ്ടായിട്ട് പോലും അതിന്റെ ആക്ച്വൽ ഓണർഷിപ്പ് മിക്കവാറും ഇരിക്കുന്നത് ഒരു കുടുംബത്തിൽ തന്നെ മെയിൽ മെമ്പേഴ്സിന്റെ കൈവശമായിരിക്കും. സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് അവരുടെ പേരിൽ അസറ്റ്സ് ഉണ്ടായാലും അവർ കൃത്യമായിട്ട് അത് എൻജോയ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല അതിന്റെ ആക്ച്വൽ ഓണർഷിപ്പ്. ഗവൺമെന്റ് വെൽഫെയർ സ്കീംസ് സ്ത്രീകളുടെ എന്റൈറ്റിൽമെന്റ് സംവിധാനത്തിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഡോക്യുമെന്റേഷൻ പ്രോബ്ലം, ലോ അവയർനെസ്, മൊബിലിറ്റി റെസ്ട്രിക്ഷൻസ് എന്നീ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ അനുഭവിക്കാനോ ലഭ്യമാക്കാനോ കൃത്യമായിട്ട് കഴിയുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ട്രാൻസ്ഫർ പോലുള്ള സംവിധാനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ച് ഡോർ സ്റ്റെപ്പ് ഡെലിവറി നടത്തുന്നത് സ്ത്രീകളെ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയാണ്. അതുവഴി അവരുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത രീതികളും മെച്ചപ്പെടുത്തുന്നു. വിദ്യാഭ്യാസം സ്ത്രീകളുടെ ശേഷികൾ, അതായത് കേപ്പബിലിറ്റീസ് വികസിപ്പിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സ്കിൽ ഡെവലപ്മെന്റും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും വർദ്ധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. സ്കിൽഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാവുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. തൊഴിലവകാശങ്ങളായ ഈക്വൽ പേ, സേഫ് വർക്ക് പ്ലേസ് എൻവയോൺമെന്റ്, മെറ്റേണിറ്റി ലീവ് എന്നിവ ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ നിലനിർത്തുന്നതിൽ, അതായത് സ്ത്രീകളുടെ തൊഴിലുള്ള പങ്കാളിത്തം നിലനിർത്തുന്നതിൽ അവിഭാജ്യമായ ഘടകങ്ങൾ തന്നെയാണ്. ചൈൽഡ് കെയർ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്നിവയും ഈ പങ്കാളിത്തത്തെ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നിയമപരമായിട്ടുള്ള എന്റൈറ്റിൽമെന്റ്സ് ഉണ്ട്. ഓക്കെ, ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുവരുന്ന ലീഗൽ ആയിട്ടുള്ള എന്റൈറ്റിൽമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്.
സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ്, വർക്ക് പ്ലേസ് ഹരാസ്മെന്റ്സ്, അൺഈക്വൽ പേ, ഇതിനൊക്കെ എതിരെയുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം സ്ത്രീകൾക്ക് ലഭ്യമാണ്. അതിനുള്ള ഓരോ ആക്ടുകളും നമുക്ക് കാണാൻ പറ്റും. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, സെക്ഷൽ ഹരാസ്മെന്റ് ആക്ട് 2013, അങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഗ്യാപ്പും ഇതിനെക്കുറിച്ചുള്ള അവയർനെസിന്റെ കുറവും ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2005 ഹിന്ദു സക്സഷൻ അമെൻമെന്റ് വന്നതിന് ശേഷം പെൺകുട്ടികളെ, പുത്രിമാർക്ക് ആൻസിസ്റ്ററൽ പ്രോപ്പർട്ടീസിലോട്ടുള്ള ഈക്വൽ റൈറ്റ്സ് നൽകി. അതുവരെ തുല്യാവകാശം ഇല്ലായിരുന്നു. ഇത് പേട്രിയാർക്കിയൽ ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് സിസ്റ്റത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അതിന്റെ പുറത്താണ്, അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പരിഷ്കാരം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇതിന്റെ പുറത്ത് കൊണ്ടുവന്നത്. എന്നാൽ സാംസ്കാരിക നോംസ്, കൾച്ചറൽ നോംസ് തുടരുന്നതിനാൽ ഇത് പ്രാക്ടിക്കൽ ആയിട്ട് നടപ്പിലാക്കാൻ ഇപ്പോഴും ഇമ്പോസിബിൾ ആയിരുന്നത് നമുക്ക്, അല്ലെങ്കിൽ അത്രയും എഫിഷ്യന്റ് ആയിട്ട് നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏജൻസി എന്താ നമ്മൾ നേരത്തെ കണ്ടു. ഏജൻസി എന്നാൽ സ്ത്രീകൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള അവരുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സ്പെൻഡിങ്, ഡിസിഷൻസ്, ഇതിലെല്ലാം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ആയാലും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ പങ്കാളിത്തമാണെങ്കിലും ഇതെല്ലാം സ്ത്രീകളുടെ ശബ്ദത്തെ ശക്തിപ്പെടുത്തുന്നു. അവരുടെ വോയിസ് കേൾക്കുവാൻ വേണ്ടി ലോകം ആഗ്രഹിക്കുന്നുണ്ട്, അത് ശക്തിപ്പെടുന്നതുമുണ്ട്. ഏജൻസി ഇല്ലാത്ത മറ്റ് എന്റർടൈൻമെന്റ്സ് പലപ്പോഴും പ്രാകൃതമായിട്ടുള്ള ഒരു ട്രഡീഷണൽ നോംസ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിപ്പോഴും സിംബോളിക് ആയിട്ട് മാത്രം നിലനിന്ന് പോകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതികൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിൽ സ്ത്രീ സംവരണം അവതരിപ്പിച്ചു. ഇതിലൂടെ സ്ത്രീകളുടെ വിസിബിലിറ്റിയും പ്രാധാന്യം വർദ്ധിച്ചു. പക്ഷേ ഇപ്പോഴും എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പലയിടത്തും പരിമിതമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രോക്സി റെപ്രസെന്റേഷൻ ആണ് പലയിടത്തും നടക്കുന്നത്. അതുവഴി ഈ തീരുമാനം എടുക്കുന്ന എപ്പോഴും ഒരു പുരുഷ മേധാവിയായിരിക്കും. ഇവരവിടെ ഉണ്ടെങ്കിലും അവരുടെ പങ്കാളിയോ അല്ലെങ്കിൽ മുതിർന്ന പുരുഷനോ കുടുംബത്തിലെ ആളോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള വേറെ പുരുഷന്മാരോ ആണ് ഇവർക്ക് വേണ്ടി പലപ്പോഴും തീരുമാനം എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, അതിനാൽ ഇവരുടെ കപ്പാസിറ്റി ബിൽഡിങ് കൃത്യമായിട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇവർക്ക് ഈ പേട്രിയാർക്കിക്കൽ സൊസൈറ്റിയൽ കൺട്രോളിൽ നിന്നെല്ലാം പുറത്തു വരാൻ പറ്റുകയുള്ളൂ. സ്ത്രീകളുടെ കൂട്ടായ്മകൾ എംപവർമെന്റിന്റെ ഒരു വലിയ ഉപകരണമായിട്ട് മാറുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സുകള്, സ്ത്രീ ഫെഡറേഷൻസ് എല്ലാം സ്ത്രീകളുടെ കോൺഫിഡൻസ്, ലീഡർഷിപ്പ്, നെഗോഷിയേഷൻ പവർ എല്ലാം മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഈ കളക്റ്റീവ് ആക്ഷൻ ലാൻഡ് റൈറ്റ്സിനും വേജസിനും അതുമാത്രമല്ല വയലൻസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് അവിടെ നടക്കുന്നത്. അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാവുന്നു, അവരുടെ കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ടാവുന്നു, അവർക്ക് ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പവർ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ത്യയില് എന്റൈറ്റിൽമെന്റ് ഗ്യാപ്പ് ഇപ്പോഴും നിലനിർത്തുന്നതായിട്ട് കാണാം. ഉയർന്ന രീതിയിൽ തന്നെ നമുക്ക് നിലനിൽക്കുന്നത്, എസ്പെഷ്യലി റൂറൽ ഏരിയാസിൽ ഡിജിറ്റൽ ഇലിറ്ററസി കാരണവും അവരുടെ മൊബിലിറ്റി റെസ്ട്രിക്ഷൻസ് കാരണവും ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഒന്നും ഇല്ലാത്തത് കാരണമൊക്കെ പല ആനുകൂല്യങ്ങളും സ്ത്രീകളിലേക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഈ പേട്രിയാർക്കിയൽ ആക്ട്, പുരുഷ മേധാവിത്വ മനോഭാവങ്ങൾ തന്നെ സ്ത്രീകളുടെ എന്റൈറ്റിൽമെന്റ്സ് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ തന്നെ പരിമിതപ്പെടുന്നുണ്ട്. അത് റിയലൈസ് ചെയ്യാനുള്ള അവരുടെ കേപ്പബിലിറ്റീസിനെ ഈ പാട്രിയാർക്കിയൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണ്. സ്ത്രീകളുടെ എന്റൈറ്റിൽമെന്റ്സ് മെച്ചപ്പെടുത്തുവാനായിട്ട് സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ടുള്ള ജൻധൻ യോജന, MNREGA സ്കീം, അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന മെറ്റേണിറ്റി സപ്പോർട്ട് നൽകുന്നുണ്ട്. NRML നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, അത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അധിഷ്ഠിതമായ ശാക്തീകരണ പരിപാടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള പല മേജർ സ്കീംസും എന്റൈറ്റിൽമെന്റ്സ് ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സ്കീംസ് ആണെന്ന് കാണാം. എന്റൈറ്റിൽമെന്റ്സ് ഇല്ലെങ്കിലും സ്ത്രീകളുടെ ദാരിദ്ര്യവും, എന്റൈറ്റിൽമെന്റ്സ് ഇല്ലെങ്കിൽ
ഇത് കപ്പാസിറ്റി ബിൽഡിംഗ് എന്റർടൈൻമെന്റ്സോ ഇല്ലെങ്കിൽ സ്ത്രീകളുടെ പോവർട്ടിയും എക്സ്ക്ലൂഷനും തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കേപ്പബിലിറ്റി എക്സ്പാൻഷനും ജെൻഡർ ജസ്റ്റിസും ഉറപ്പാക്കാൻ സോഷ്യൽ, എക്കണോമിക് ആൻഡ് ലീഗൽ എന്റൈറ്റിൽമെന്റ്സ് അനിവാര്യമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഡെവലപ്മെന്റ് ആകണമെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ റിയൽ ഓപ്പർച്യൂണിറ്റീസ് അനുഭവിക്കാൻ കഴിയും. ജെൻഡർ സെൻസിറ്റീവ് ഡെവലപ്മെന്റ് പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഈ എന്റൈറ്റിൽമെന്റ്സ് ഉറപ്പാക്കലാണ്. നിയമപരമായിട്ടുള്ള റൈറ്റ്സ് മാത്രം മതിയാകില്ല, പക്ഷെ സ്ത്രീകൾക്ക് ആക്ച്വൽ ആക്സസ്, കൺട്രോൾ ഇതെല്ലാം ലഭിക്കണം. എക്കണോമിക് സെക്യൂരിറ്റി, ഏജൻസി, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്നിവ ഒരുമിച്ച് വിമൻ എംപവർമെന്റിനെ ശക്തിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്ത്രീകൾക്ക് രേഖകൾ മാത്രം അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആയിരിക്കരുത്, മറിച്ച് ആ അവകാശങ്ങൾ സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും അവർക്ക് റിയൽ കേപ്പബിലിറ്റീസ് അത് ഉപയോഗിക്കാനുള്ള റിയൽ കേപ്പബിലിറ്റീസ് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം സംഭവിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം, എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉറപ്പാക്കുന്നതിനെ കുറിച്ചും റിസ്ക് കവർ ചെയ്യുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് വരുമാനം സമ്പാദിക്കുവാനും വിവിധ അപകട സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാനും കഴിയണം. ആശയമില്ലാത്ത, ദുർബല, ആ വൾണറബിൾ ആയിട്ടുള്ള, ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് സ്ത്രീകൾ പുറത്തു വരണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടാവണം, അവർക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ റിസ്ക് കവറേജ് ഉണ്ടാവണം. ഇന്ത്യൻ സാഹചര്യത്തില് ഒരു പേട്രിയാർക്കിക്കൽ സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഒരു ഇൻഫോർമൽ എംപ്ലോയ്മെന്റ് സിസ്റ്റവും ഈ പേട്രിയാർക്കിക്കൽ സിസ്റ്റവും കൂടെ ചേരുമ്പോൾ സ്ത്രീകളുടെ എക്കണോമിക് സെക്യൂരിറ്റിയെ വളരെയധികം ലിമിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്നത് തൊഴിൽ മാത്രമല്ല, ജോലി നേടുക എന്ന് മാത്രമല്ല. സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ടുള്ള റിസോഴ്സസ്, പിന്നെ പ്രോപ്പർട്ടിയുടെ കൺട്രോള്, ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയും സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതിലെല്ലാം. ഓക്കെ, എനിക്ക് കാശുണ്ട്, സാലറി ഉണ്ട്, പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റൂല. ട്രൂ എംപവർമെന്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാകുമ്പോഴാണ്. അവർക്ക് ഒരു സെൽഫ് റിലയന്റ് ആയിട്ട് അവരുടെ എക്കണോമിക് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. അവർക്ക് പ്രോപ്പർട്ടിയുടെയും റിസോഴ്സിന്റെയും പുറത്ത് കൺട്രോൾ ഉണ്ടാവണം, ഡിസിഷൻ മേക്കിംഗ് പവറും ഉണ്ടാവണം. ഇന്ത്യയിലെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇപ്പോഴും താരതമ്യേന താഴ്ന്ന നിലയിൽ തന്നെയാണ്. വിദ്യാഭ്യാസ നിലവാരം ഉയർന്നിട്ടും സ്ത്രീകളുടെ തൊഴിൽ സേവന പങ്കാളിത്തം, വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ പരിമിതമായിട്ട് തുടരുന്നത് നമുക്ക് ഇപ്പോഴും കാണുവാൻ പറ്റും. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗവും അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഇൻഫോർമൽ സെക്ടറിലാണ് നമുക്ക് കാണാൻ പറ്റും. ജോബ് സെക്യൂരിറ്റി, പെൻഷൻ, ഇൻഷുറൻസ്, ലീഗൽ പ്രൊട്ടക്ഷൻ എന്നിവയൊന്നും സ്ത്രീകൾക്ക് പലപ്പോഴും ലഭ്യമാകാറില്ല. സ്ത്രീകൾ ശമ്പളമില്ലാത്ത ജോലികൾ ചെയ്യുന്നതിന്റെ ഒരു അമിത ഭാരം കൂടെ വഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ മനസ്സിലാക്കാം. ഒരു സ്ത്രീ 300 മിനിറ്റോളമാണ് ഡൊമസ്റ്റിക് അൺപെയ്ഡ് വർക്കിൽ ചെലവഴിക്കുന്നത്. അതായത് കുക്കിംഗ്, ക്ലീനിങ്, ചൈൽഡ് കെയർ, ഇതൊന്നും GDP-യിൽ പോലും ഉൾപ്പെടുത്തുന്നില്ല. ഇൻവിസിബിൾ ലേബർ, ഈ അദൃശ്യ തൊഴിൽ സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തത്തെ തന്നെ പരിമിതപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് കെയർ എക്കണോമിയുടെ അംഗീകാരം, അതിനെയും GDP-യിലോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. നിരവധി ബാരിയേഴ്സ് തൊഴിൽ പങ്കാളിത്തത്തെ സ്ത്രീകളിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. സുരക്ഷിതമായ ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം, ചൈൽഡ് കെയർ ഫെസിലിറ്റീസിന്റെ അഭാവം,
പിന്നെ സാമൂഹികമായിട്ടുള്ള എക്സ്പെക്ടേഷൻസും സ്ത്രീകളെ വീട്ടു ചുമതലകൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ തളയ്ക്കപ്പെട്ടതിൽ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ ഫലമായിട്ട് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വളരെയധികം മാർക്കറ്റിൽ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സ്ത്രീയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്തുവാൻ നയപരമായ ആവിഷ്കാരങ്ങൾ, പോളിസി ഡിഫോംസും പോളിസി ഡിസിഷൻസും അനിവാര്യമാണ്. ഫ്ലെക്സിബിൾ വർക്ക് അറേഞ്ച്മെന്റ്സ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. ചൈൽഡ് കെയർ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നിക്ഷേപങ്ങൾ നടത്തിയാലും അവിടെയും കുറച്ചുകൂടെ സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി സഹായിക്കും. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ആന്റി ഡിസ്ക്രിമിനേഷൻ ലോ, ഇതെല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് സ്ത്രീകൾക്ക് കൈമാറുകയും ചെയ്യണം. എല്ലാത്തിനുള്ള അവസരം അവർക്കുണ്ടാവും. നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകള് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നിരവധിയായിട്ടുള്ള അപകട സാധ്യതകൾ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. രോഗാവസ്ഥ, വിധവാവസ്ഥ, പ്രഗ്നൻസിയുടെ സമയത്തെല്ലാം ഈ സാഹചര്യങ്ങളെല്ലാം സ്ത്രീകളുടെ സാമ്പത്തിക ദുർബലത വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഇൻഷുറൻസ്, പെൻഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ എന്നിവ ഉണ്ടാകുമ്പോഴാണ് ആ റിസ്കിന് ഒരു കവറേജ് ഉണ്ട്. അത് റിസ്ക് കവറേജിനകത്തുള്ള മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഷുറൻസ്, പെൻഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ പ്രൊട്ടക്ഷൻ എന്നിവയാണ്. ഇന്ത്യയിലെ സ്ത്രീകളുടെ ഇൻഷുറൻസ് പരിരക്ഷ വളരെയധികം കുറവായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ആയുഷ്മാൻ ഭാരതും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയെ പോലുള്ള പദ്ധതികൾ ഉണ്ടായിട്ടും നിരവധി സ്ത്രീകൾ ഇപ്പോഴും ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറത്താണ്. ദാറ്റ് മീൻസ് ദേ ആർ സ്റ്റിൽ നോട്ട് ഫുള്ളി ഇൻഷുർഡ്. ഇതിന്റെ ലാക്ക് ഓഫ് അവയർനെസ്സും സാമ്പത്തികമായിട്ടുള്ള ഓട്ടോണമി ഇല്ലായ്മയാണ് ഇതിന്റെ പ്രധാന കാരണം. കാരണം എനിക്കൊരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ കൗണ്ടർ പാർട്ടിനെടുത്ത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ മെയിൽ സുപ്പീരിയർ എടുത്ത് ഞാൻ ചോദിച്ച് അനുവാദം മേടിച്ചാൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. പക്ഷേ എന്നാൽ പുരുഷ മേധാവിത്വമുള്ള സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഈ പേട്രിയാർക്കിയായിട്ടുള്ള സൊസൈറ്റി ആയതുകൊണ്ടാണ്. അതല്ലായിരുന്നെങ്കിൽ തിരികെ ആ ഒരു ഓട്ടോണമി, ഫിനാൻഷ്യൽ ഓട്ടോണമി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമായിരുന്നു. സ്ത്രീകളുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ആ റെസിലൻസ് അത് വർദ്ധിപ്പിക്കുന്നതിന് ഇൻഷുറൻസ്, ആ ഒരു റിസ്ക് കവറേജിന് ഇൻഷുറൻസ് അനിവാര്യമാണ്. പല സ്ത്രീകളും ഒരു ഫോർമൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എൻട്രി കിട്ടുന്നതിന് തന്നെ പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. ഈടായി നൽകുവാനുള്ള ഈ കൊളാട്രൽ നൽകുവാനുള്ള പ്രശ്നങ്ങള്, ഉടമസ്ഥാവകാശത്തിന്റെ പ്രശ്നങ്ങൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോൺ കിട്ടുവാൻ വേണ്ടി പോലും ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഡിജിറ്റൽ ലിറ്ററസിയുടെ അഭാവം, ഡോക്യുമെന്റേഷൻ പ്രോബ്ലം, ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷൻ എല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വായ്പ ആവശ്യങ്ങൾക്കായിട്ടുള്ള ക്രെഡിറ്റ് പലപ്പോഴും ഇൻവിസിബിൾ ആയിട്ട് തന്നെ തുടരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഇൻഫോർമൽ സെക്ടറിലുള്ള സ്ത്രീകൾ ഭൂരിഭാഗവും ഈ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ പുറത്ത് തന്നെയാണ്. ESICയോ EPFOയോ പെൻഷൻ സ്കീംസോ ഒന്നും ഇവരുടെ ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിന്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് വാർദ്ധക്യകാല ദാരിദ്ര്യം, സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതക്കുറവ് എല്ലാം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സാർവത്രിക സാമൂഹ്യ സംരക്ഷണം, അതായത് യൂണിവേഴ്സൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ വന്നതിന് ശേഷം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ കുടുംബശ്രീ പോലുള്ള യൂണിറ്റ്സിനാണ് ഇവിടെ പറയുന്നത്. മൈക്രോ ക്രെഡിറ്റ് സ്ത്രീ ഓണ്ടർപ്രണർഷിപ്സിന് കുറച്ചായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഇവിടുന്ന് ലോൺ എടുത്തിട്ട് നമുക്ക് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. അതിന് വായ്പ മാത്രം മതിയാകില്ല, പക്ഷെ ഒരു ലോങ് ലാസ്റ്റിംഗ് എംപവർമെന്റ് തന്നെ അതിന്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ്, ലീഗൽ സപ്പോർട്ട്, ബിസിനസ് ട്രെയിനിങ് എന്നിവയെല്ലാം കൊടുക്കേണ്ടതാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഈ മോഡേൺ എക്കണോമിക് സിസ്റ്റത്തിനകത്ത് ഡിജിറ്റൽ ഫിനാൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണുവാൻ പറ്റും. എന്നാൽ ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിലും സ്മാർട്ട് ഫോണിന്റെ ഉപയോഗത്തിലും സ്ത്രീകൾ ഇപ്പോഴും പുറകിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഡിജിറ്റൽ ഡിവൈഡ്, ഇതിന് ഡിജിറ്റൽ വിടവ്, അതിനെ ഡിജിറ്റൽ ഡിവൈഡ് എന്നാണ് വിളിക്കുന്നത്. അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ വീണ്ടും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതിനാൽ ഡിജിറ്റൽ സാക്ഷരതാ പ്രചാരണങ്ങൾ പോലെയുള്ള, അതായത് ക്യാമ്പയിൻസ് അനിവാര്യമാണ് ഈ വിമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ട്. തൊഴിൽ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ
തൊഴിൽ ഇടങ്ങളിലെ സുരക്ഷയും വളരെ പ്രധാനമാണ്. സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള വേതനം, ഹരാസ്മെന്റ് ഫ്രീ ആയിട്ടുള്ള വർക്ക് പ്ലേസ്, ഇതിനോടുള്ള ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ്സും സ്ത്രീ പാർട്ടിസിപ്പേഷൻ, ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് പ്രസവിച്ച് ഇത്ര മാസം അല്ലെങ്കിൽ പ്രസവത്തിന് മുന്നേയും അതിനുശേഷം ഇത്ര മാസം കൃത്യമായിട്ട് അവധി ലഭിക്കുന്നുണ്ടെന്നും പെയ്ഡ് ലീവ് ലഭിക്കുന്നതുകൊണ്ടും, അത് മെറ്റേണിറ്റി ലീവ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ലഭിക്കുന്നത് കൊണ്ട് മാത്രം ഒരുപാട് സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നിയമപരമായ സംരക്ഷണങ്ങൾ കൃത്യമായിട്ട് ഫലപ്രദമായിട്ടും നടപ്പിലാക്കാൻ കഴിയും. വിമൺ എംപവർമെന്റ് ഒരു വെൽഫെയർ അപ്രോച്ച് മാത്രം കൊണ്ട് കൈവരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ജെൻഡർ ട്രാൻസ്ഫോർമേറ്റീവ് റിഫോംസ്, അതായത് ലിംഗ പരിവർത്തനാത്മകമായിട്ടുള്ള പരിഷ്കാരങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കൃത്യമായിട്ട് സാമ്പത്തിക പ്രവർത്തകരായിട്ട് അംഗീകരിക്കുന്നു. അൺപെയ്ഡ് വർക്ക് കൃത്യമായിട്ട് അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും വേണം. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് സ്ത്രീകളുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ബെറ്റർ ആക്കണം. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, അപകട സാധ്യതകൾക്കെതിരായ സംരക്ഷണം ഉൾക്കൊള്ളുന്ന വികസനം, ഇതെല്ലാം എന്താണ്? ഇവരുടെ പ്രൊട്ടക്ഷനും ഇവരുടെ എംപവർമെന്റിന് അനിവാര്യ. എക്കണോമിക് ഇൻഡിപെൻഡൻസ്, റിസ്ക് കവറേജ്, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എല്ലാം കൃത്യമായിട്ട് അനിവാര്യമാണെന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. സ്ത്രീകളുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഇന്ത്യക്ക് ഒരിക്കലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ശാക്തീകരണം എന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ പ്രൊട്ടക്ഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഫ്രീഡം വിത്ത് ഡിഗ്നിറ്റി എന്നിവ ഉൾക്കൊള്ളുന്നതാണ്. സ്ത്രീകൾ സുരക്ഷിതമായും സ്വതന്ത്രമായും തുല്യ അവസരങ്ങളോടെയും സാമ്പത്തിക പങ്കാളികൾ ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹം വികസിതമാണെന്ന് നമുക്ക് കണക്കാക്കുവാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പറയുവാനുള്ളത്. താങ്ക് യു.